ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. മാർച്ച് 29 ഞായറാഴ്ച കാമദ ഏകാദശിയാണ്. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാ വ്രതങ്ങളും ഒന്നും എടുക്കില്ലെങ്കിലും ചില പ്രധാനപ്പെട്ട വ്രതങ്ങളെക്കുറിച്ച് എല്ലാവർക്കും പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഭാരതീയ പുരാണങ്ങളനുസരിച്ച് ഏറെ വിശേഷപ്പെട്ടതും സർവപാപഹരവുമായ ഒന്നാണ് ഏകാദശി വ്രതം. ചൈത്രമാസത്തിൽ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് കാമദ ഏകാദശി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഭക്തൻ്റെ സച്ചിന്താഗതിയിലുള്ള എല്ലാ ആഗ്രഹങ്ങളും, അതായത് കാമനകൾ, അതാണ് കാമതയിലത്തെ പേര്. അപ്പോൾ സച്ചിന്താഗതിയിലുള്ള എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കുന്ന പുണ്യദിനമാണ് കാമദ ഏകാദശി എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങൾ അകറ്റാനും മാനസിക ശുദ്ധി വരുത്താനും ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്നു പോലും മോചനം നൽകാൻ കാമദ ഏകാദശിക്ക് കരുത്തുണ്ട് എന്നാണ് വിശ്വാസം. വസിഷ്ഠ മഹർഷി ദിലീപ മഹാരാജാവിനോട് അരുളി ചെയ്യുന്നതാണ് ഇങ്ങനെ: ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്ന് പോലും മോചനം നൽകാനുള്ള ശക്തി കാമദ ഏകാദശി വ്രതത്തിനുണ്ട് എന്നുള്ളത്. വ്രതമെടുക്കുന്നവർക്ക് മാത്രമല്ല, ഈ കഥ ഭക്തിയോടെ കേൾക്കുന്നവർക്കും പുണ്യം ലഭിക്കും എന്നാണ് വിശ്വാസം. വ്രതകഥകൾ കേൾക്കുന്നത് മനസ്സിനെ നിയന്ത്രിക്കാനും ഭഗവാൻ ശ്രീകൃഷ്ണനിലേക്ക് കൂടുതൽ അടുക്കുവാനും ഈ ദിവസം നമ്മളെ സഹായിക്കും. കാമദ ഏകാദശിയുടെ പിന്നിൽ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് രത്നപുരം എന്ന നഗരം ഭരിച്ചിരുന്ന പുണ്ഡരീകൻ എന്ന രാജാവിൻ്റെ കൊട്ടാരത്തിൽ ലളിതൻ എന്ന ഗന്ധർവനും അദ്ദേഹത്തിൻ്റെ പ്രിയതമയായ ലളിതയും ഉണ്ടായിരുന്നു. അവർ അന്യോന്യം അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു. ഒരിക്കൽ രാജസദസ്സിൽ ഗന്ധർവന്മാർ പാടിക്കൊണ്ടിരിക്കെ ലളിതൻ തൻ്റെ ഭാര്യയെ ഓർക്കുകയും ഗാനത്തിലെ താളം തെറ്റുകയും ചെയ്തു. ഇതിൽ ക്രുദ്ധനായ പുണ്ഡരീക മഹാരാജാവ് ലളിതനെ ഒരു ക്രൂരനായ രാക്ഷസനായി മാറട്ടെ എന്ന് ശപിച്ചു. ഭീകരരൂപിയായ ലളിതൻ വനത്തിലൂടെ അലഞ്ഞു തിരിഞ്ഞു. തൻ്റെ ഭർത്താവിൻ്റെ ദുരവസ്ഥ കണ്ട് ലളിത ദുഃഖിതയായി. അലച്ചിലിനിടയിൽ അവൾ ശൃംഗി മഹർഷിയുടെ ആശ്രമത്തിലെത്തി. സങ്കടമുണർത്തിച്ചപ്പോൾ മഹർഷി അവൾക്ക് കാമദ ഏകാദശി വ്രതം ഉപദേശിച്ചു നൽകി. ചൈത്രമാസത്തിലെ ആ പുണ്യദിനത്തിൽ അവൾ ഭക്തിപൂർവം വ്രതമനുഷ്ഠിക്കുകയും അതിൻ്റെ പുണ്യം ഭർത്താവിന് ദാനം ചെയ്യുകയും ചെയ്തു എന്നാണ്. വ്രതപുണ്യത്താൽ ലളിതൻ രാക്ഷസരൂപം വെടിഞ്ഞ് പഴയ ഗന്ധർവ രൂപം തിരിച്ചു ലഭിക്കുകയും അവർ വൈകുണ്ഠത്തിലേക്ക് എത്തുകയും ചെയ്തു എന്നാണ് കഥ. ഇനി കാമദ ഏകാദശി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഏകാദശി അനുഷ്ഠിക്കുമ്പോൾ ദശമിക്കും ദ്വാദശിക്കും പ്രത്യേകത ഉണ്ട്. അപ്പോൾ ദശമി ദിവസം, അതായത് 28-ാം തീയതി ശനിയാഴ്ച, ദശമി ഒരിക്കൽ വ്രതമാണ് എടുക്കേണ്ടത്. ഒരിക്കലൂണ് കഴിച്ചിട്ടാണ് വ്രതം ആരംഭിക്കേണ്ടത്. പിന്നെ ഏകാദശി ദിവസം മാർച്ച് 29 ഞായറാഴ്ച പുലർച്ചെ എഴുന്നേറ്റ് സ്നാനം ചെയ്ത് ഭഗവാൻ വിഷ്ണുവിനെ ധ്യാനിക്കണം. ചന്ദനം, പുഷ്പം, തുളസിയില എന്നിവയാൽ പൂജ നടത്തുക. പൂജ ചെയ്യുന്നവരാണെങ്കിൽ അത് ചെയ്യാം, ഇല്ലെങ്കിൽ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. കൂടാതെ ക്ഷേത്ര ദർശനം നടത്തുന്നതും നല്ലതാണ്. പൂർണ്ണ ഉപവാസമോ പഴങ്ങൾ കഴിച്ചുകൊണ്ടുള്ള വ്രതമോ സ്വീകരിക്കാം. പിന്നെ ദ്വാദശി നാളിൽ, അതായത് അടുത്ത ദിവസം മാർച്ച് 30 തിങ്കളാഴ്ച സൂര്യോദയത്തിന് ശേഷം തുളസി തീർത്ഥം സേവിച്ചിട്ട് വ്രതം അവസാനിപ്പിക്കാം എന്നാണ്. ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങാനും കുടുംബത്തിൽ ഐശ്വര്യം വരാനും കാമദ ഏകാദശി വ്രതം ഉത്തമമായിട്ട് എന്നാണ് വിശ്വാസം.
ഭൗതികമായ ആഗ്രഹങ്ങൾക്കപ്പുറം മോക്ഷപ്രാപ്തിയാണ് എല്ലാ വ്രതങ്ങളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. വരാനിരിക്കുന്ന ഈ പുണ്യദിനത്തിൽ വ്രതശുദ്ധിയോടെ ഭഗവാനെ നമുക്ക് പ്രാർത്ഥിക്കാം. സർവചരാചരങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ ഗുരുവായൂരപ്പ.